നമുക്ക് സാമൺ കുറച്ച് തേങ്ങ അരച്ച് ഉള്ളിയൊക്കെ മൂപ്പിച്ച് നല്ല ചോറിൻ്റെ കൂടെ കഴിച്ചാലോ. അതിനരപ്പ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ തേങ്ങ അരച്ച് മീൻ കറി വയ്ക്കാനായിട്ട്. അപ്പം ഞാൻ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അരപ്പിനകത്ത് ഞാൻ കുറച്ച് ഇഞ്ചിയും ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇച്ചിരി ഉലുവയും കുറച്ച് പെരുംജീരകവും കുരുമുളകും പച്ചമുളകും ഒക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ച അരപ്പാണ്. ചിലർ ഉള്ളി മൂപ്പിച്ച് എന്നിട്ട് അരപ്പിട്ട് കൊടുക്കാറുണ്ട്. ഞാനിങ്ങനെ പച്ചനെയാണ് വയ്ക്കാറ്. കാരണം ഈ സാമന് നല്ലൊരു നെയ്യൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിനകത്തൊക്കെ ഇറങ്ങി നല്ല രസമായിട്ട് അരപ്പ് വരും. അപ്പം അങ്ങനെ ഇന്ന് മീനിൻ്റെ വിഭവങ്ങളാണ്. മീൻ വറുത്തതുണ്ട്, കുറച്ച് പീസസ് എടുത്ത് ഞാൻ വറുത്തു. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണല്ലോ. അപ്പോൾ ഒരു സൈഡിലിരുന്ന് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ തിളയ്ക്കുന്നു. ഞാനത് കുറച്ച് കുടംപുളി ഇട്ട് കൊടുത്തായിരുന്നു. മീനിൽ കുടംപുളി ചിലവർ വാളംപുളി വയ്ക്കലുണ്ട്. ഞാൻ കുടംപുളി ഇട്ട് കൊടുത്തേക്കുന്നത് പുളിക്കായിട്ട്. ഇച്ചിരി വറവിലിടാനായിട്ട് ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല വെളിച്ചെണ്ണയിൽ അത് മിക്സ് ചെയ്യാൻ പാടില്ല. ആ ഒരു സ്റ്റെപ്പ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കറിയുടെ ടേസ്റ്റ് കിട്ടത്തില്ല. ലാസ്റ്റ് എല്ലാം മൂപ്പിച്ചിടണം. അപ്പം മീനൊക്കെ വെന്തു സെറ്റായി പാത്രത്തിനുള്ള ചാറൊക്കെ ആയിട്ടുണ്ട്. കണ്ടോ കുടംപുളി ഞാൻ ഇട്ടേക്കുന്നത്. നമുക്ക് കുറച്ചൊരു കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതൊരു കളറ് കിട്ടുമല്ലോ മുകളിലിങ്ങനെ വറവിടുമ്പോൾ. എല്ലാം കൂടെ മൂപ്പിച്ചത് ഞാൻ കറിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ വാസന എന്നറിയോ. ഈ അടുക്കള മൊത്തം നല്ല മണമാണ്. ഒന്നിരിക്കുമ്പോൾ ഇത്തിരിയും കൂടി ഒന്നത് കുറുകും. അതുകൊണ്ട് ഞാൻ കുറച്ച് നെടുകൻ എടുത്തേക്കണേ. കഷ്ണങ്ങളൊന്നും ഉടയത്തൊന്നുമില്ല. ഈ സാമൻ നല്ല കട്ടിയായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇത് നമ്മൾ ഒത്തിരി ഇട്ട് ഇളക്കുന്നൊന്നുമില്ലല്ലോ. ഉണ്ടോ അടിപൊളി കറി. അപ്പോൾ എല്ലാവരും ഉച്ചയൂണിന് നല്ല കൊത്തിരി ചോറിൻ്റെ കൂടെ ഒരു കൊണ്ടാട്ടം മുളകൊക്കെ കൂട്ടി തേങ്ങ അരച്ച മീൻ കറി ഒക്കെ കൂട്ടി കഴിക്കൂ. അടിപൊളി. See you.